ഈ അനു എന്ന് പറയാൻ തന്നെ പ്രണയത്തിനൊരു പര്യായമാണ് അല്ലേ മോളെ അനുരാധ? പിന്നെ ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ അത് അനുവിനെ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും. സോ നിങ്ങളുടെ ഒരു പ്രണയം മുതൽ വിവാഹം വരെയുള്ള യാത്ര സുഖമായിരുന്നോ, കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നോ, അടിപിടി ബഹളമായിരുന്നോ, എന്തൊക്കെയായിരുന്നു നടന്നത്? ഒരു ബാഹുബലി യുദ്ധമായിരുന്നു. ഓ, സത്യം പറയുകയാണെങ്കിൽ അതായിരുന്നു. ബാഹുബലി സിനിമയെ വെല്ലുന്ന യുദ്ധമായിരുന്നു. എന്തൊക്കെയായിരുന്നു, ആരൊക്കെയായിരുന്നു അതിന്റെ പടയാളികൾ? അമ്മ. അതെ, ആരായിരുന്നു കട്ടപ്പ? കട്ടപ്പ ആരായിരുന്നു അത് പറഞ്ഞാൽ മതി. എൻ്റെ അമ്മയായിരുന്നു മെയിൻ പ്രശ്നം. ബാക്കി ഫാമിലിയിൽ എല്ലാവരും ഓക്കെ ആയിരുന്നു. അച്ഛൻ്റെ സൈഡാണെങ്കിലും അമ്മയുടെ ഫാമിലി സൈഡായിരുന്നെങ്കിലും എല്ലാവരും നോക്കാം നടത്താം എന്നുള്ള രീതിയിലായിരുന്നു. അമ്മ മാത്രമായിരുന്നു കുറച്ച് വേണ്ട എന്നുള്ള തീരുമാനത്തിലിരുന്നത്. പിന്നെ വിഷ്ണുവിന്റെ ഫാമിലിയിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് വീട്ടിൽ പിടിച്ചത് എങ്ങനെയാ? ഫോണാണോ പിടിച്ചത്, ലവ് ലെറ്റർ ആണോ പിടിച്ചത്? ഞങ്ങള് റിലേഷനിലായ നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ അടുത്ത് പറഞ്ഞ്. പിന്നെ അമ്മ ഫോൺ വാങ്ങി വെച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. വാഗമൺ പോയപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു. ഫോൺ തരൂല, എന്നെ ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ റൂമിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അനു ഭയങ്കര ഒരു അമ്മക്കുട്ടി ആയിരുന്നല്ലോ. അപ്പൊ ഈ അമ്മേനെ ധിക്കരിച്ച് ഇറങ്ങാന്നുള്ള ഒരു മനസ്സിന്റെ ഒരു ധൈര്യം എവിടെ കിട്ടി? അതാണ് പ്രേമം. അങ്ങനൊന്നല്ല, ലവ് ആൻഡ് വാർ എന്ന് പറയുന്ന പോലെ. ഒരുപാട് പറഞ്ഞു, ഒരുപാട് സംസാരിച്ചു. അവസാനം 1 year മിണ്ടാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നടത്തി തരാന്ന് വരെ പറഞ്ഞു. അങ്ങനെ 1 year മിണ്ടാണ്ട് ടെക്സ്റ്റ് ചെയ്യാണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞപ്പോഴത്തേക്കും ശരി നടത്താം എന്ന് പറഞ്ഞ് പിന്നെ ജാതകം നോക്കി. പിന്നെ ജാതകത്തിൽ ഓരോ കുറവും കണ്ടുപിടിച്ച് നടത്തി തരൂല കണ്ടോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം വലിയൊരു വഴക്കായി. ഞാൻ ഇന്നിപ്പോൾ ഇറങ്ങുവാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയത്. രാത്രി വീട്ടിൽ നിന്ന് 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എറണാകുളത്തോട്ട് പോയി ഞാൻ. എന്നിട്ട് അവിടെ നിന്ന് വിഷ്ണു വേറെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എറണാകുളം പോയി. എന്റെ അമ്മോ, രാത്രി 12 മണിക്ക്. എന്നിട്ട് അവിടെ വിഷ്ണു അവിടെ വേറെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു. അവിടെ അവരെയും കൊണ്ടുപോയി കല്യാണം കഴിച്ചു. തൃശ്ശൂർ പോയി കല്യാണം കഴിച്ചു.